Hi friends, welcome back to Beginner's Tech. Today I will discuss about what is phonetics and classification of speech of sounds. എന്താണ് ഫോണറ്റിക്സ് എന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സും ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റ്ലി എന്താണ് ഫോണറ്റിക്സ് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ഫോണറ്റിക്സ്? It is the branches of linguistics that deals with the study of speech sounds, their production, combination, description and representation by written symbols. എന്താണ് പറയുന്നത്? സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ, കോമ്പിനേഷൻ, ഡിസ്ക്രിപ്ഷൻ, എങ്ങനെ ഓരോ സൗണ്ട്സിനെയും നമ്മൾ സിമ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും എന്നതാണ് ഫോണറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ, കോമ്പിനേഷൻ, ഡിസ്ക്രിപ്ഷൻ, എങ്ങനെ ഓരോ സൗണ്ട്സിനെയും നമ്മൾ സിമ്പിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോണറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. There are 26 alphabets in English. There are 44 distinctive speech sounds in English language. 26 ആൽഫബറ്റ്സ് ഉണ്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. മാത്രമല്ല 44 സ്പീച്ച് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. 26 ആൽഫബറ്റ്സ് ഉള്ള ഇംഗ്ലീഷിൽ എങ്ങനെയാണ് 44 സ്പീച്ച് സൗണ്ട്സ് വന്നേ? ഓരോ ലെറ്ററിനും പല വേർഡ്സിലും പല രീതിയിലാണ് ഓരോ ലെറ്റർ വരുമ്പോഴും പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഒരു ലെറ്റർ ഒരു വേർഡിൽ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉച്ചരിക്കുന്നത്. മറ്റൊരു വേർഡിൽ അതേ സെയിം ലെറ്റർ തന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിച്ച വേർഡ് എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ ആവില്ല പിന്നീട് വന്ന ആ ഒരു വേർഡിൽ ഈ ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. എ എന്ന ലെറ്റർ നോക്കാം. എ എന്ന ലെറ്റർ എടുത്ത് അതിനൊരു 3 എക്സാമ്പിൾ പറയാം. എബവ്, ആപ്പിൾ, ഏജ്. ഈ 3 വേർഡ്സിലും ഫസ്റ്റ് ലെറ്റർ എ എന്നതാണ്. എബവ്, ആപ്പിൾ, ഏജ്. ഈ 3 ലെറ്ററിലെയും എ എന്ന പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണോ? അല്ല. ഫസ്റ്റ് വന്ന എബവ്. എന്താണ്? എബവ്. എന്ന പ്രൊനൗൺസിയേഷനാണ് എ എന്ന ലെറ്ററിന് അവിടെ വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ആപ്പിൾ. ആപ്പിൾ, എ, ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ആപ്പിൾ. ആപ്പിൾ എന്നതിലെ എയുടെ പ്രൊനൗൺസിയേഷൻ കേട്ടോ? ദെൻ മൂന്നാമത് ഏജ്. ഏജ്. ഇപ്പോൾ 3 വേർഡ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. എബവ്, ആപ്പിൾ, ഏജ്. ഈ 3ലും ഫസ്റ്റ് വന്ന ലെറ്റർ എ ആണ്. കോമൺ ആയിട്ട് വന്നത് എ എന്ന ലെറ്റർ ആണ് ഫസ്റ്റ്ലി വന്നത്. ആ 3ലെയും എ എന്ന ലെറ്ററിനെ 3 രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 3 സൗണ്ട്സ് ആണ് അവിടെ വരുന്നത് അല്ലേ? പക്ഷെ ലെറ്റർ എല്ലാം എ എന്ന ലെറ്റർ ആണ്. പക്ഷെ 3ലെയും പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ ആൽഫബറ്റ് അവിടെ ഒന്ന് തന്നെയാണ് വന്നിട്ടുള്ളൂ. പക്ഷേ 3 പ്രൊനൗൺസിയേഷൻ വന്നു അല്ലേ? 3 സ്പീച്ച് ഓഫ് സൗണ്ട്സ് വന്നു. അങ്ങനെയാണ് നമ്മളെ 26 ആൽഫബറ്റ്സിന് 44 സ്പീച്ച് ഓഫ് സൗണ്ട്സ് വന്നത്. ക്ലിയർ ആയോ ഇപ്പോൾ? ദ ലെറ്റർ ക്യാൻ ബി പ്രൊനൗൺസ്ഡ് ഡിഫറെൻ്റ്ലി ഇൻ ദ വേർഡ്സ് ആപ്പിൾ, എബവ് ആൻഡ് ഏജ്. എന്താണ്? ആപ്പിളിലും എബവിലും ഏജിലും വന്നത് എ എന്ന ലെറ്റർ തന്നെയാണ്. പക്ഷെ അവിടെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 26 ആൽഫബറ്റ്സിനും ഇതുപോലെ പലതരത്തിലുള്ള സ്പീച്ച് ഓഫ് സൗണ്ട്സ് വരും. അങ്ങനെ 44 സ്പീച്ച് ഓഫ് സൗണ്ട്സ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനുണ്ട്. ഈ സ്പീച്ച് ഓഫ് സൗണ്ട്സിനെ മറ്റൊരു പേരിലും കൂടിയും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഫോണീം. എന്താണ്? ഫോണീം. സ്പീച്ച് ഓഫ് സൗണ്ട്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോണീം. ദെൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സ്. ഇനി നമുക്ക് നോക്കാൻ ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്. ഇപ്പം എന്താണ് ഫോണറ്റിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ഫോണറ്റിക്സ് നമ്മൾ പറഞ്ഞില്ലേ? ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഫോണറ്റിക്സ് എന്നായിരുന്നു. അതിൽ നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്പീച്ച് ഓഫ് സൗണ്ട്സ് എന്ന് പറയുന്നത് 44 അല്ലേ? ആ ഒരു സ്പീച്ച് ഓഫ് സൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സ്. 2 ക്ലാസിഫിക്കേഷൻ സ്പീച്ച് ഓഫ് സൗണ്ട്സ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വവൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൺസണൻറ്റ്. 2 ക്ലാസിഫിക്കേഷനാണ് സ്പീച്ച് ഓഫ് സൗണ്ട്സിനുള്ളത്. ഫസ്റ്റ്
വവ്വലും സെക്കൻഡ് കോൺസണൻസും. വവ്വൽസ് 20 ആണുള്ളത്, കോൺസണൻസ് 24. സ്പീച്ച് ഓഫ് സൗണ്ട്സ് 44. ആ ഒരു 44 സ്പീച്ച് ഓഫ് സൗണ്ട്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വവ്വലും 2 കോൺസണൻസും. വവ്വൽ 20 എണ്ണം, കോൺസണൻസ് 24 എണ്ണം. ഈ വവ്വലിന് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്യുവർ വവ്വലും 2 ഡിഫ്തോങ്സും. പ്യുവർ വവ്വലിന് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് ലോങ് വവ്വൽ ആൻഡ് ഷോർട്ട് വവ്വൽസ്. ക്ലാസിഫിക്കേഷൻ്റെ ഒരു ചാർട്ട് ഞാൻ തരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഒന്ന് ജസ്റ്റ് നോക്കുക. അതിലതാ സൗണ്ട്സ്, സ്പീച്ച് ഓഫ് സൗണ്ട്സ് 44, വവ്വൽസ് 20, കോൺസണൻസ് 24. വവ്വൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തത് പ്യുവർ വവ്വൽ ആൻഡ് ഡിഫ്തോങ്. പ്യുവർ വവ്വൽസ് 12, ഡിഫ്തോങ്സ് 8. പ്യുവർ വവ്വലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തത് ലോങ് വവ്വൽ ആൻഡ് ഷോർട്ട് വവ്വൽ. ലോങ് വവ്വൽ 5, ഷോർട്ട് വവ്വൽ 7. ക്ലിയർ ആയോ? ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? വവ്വൽ. വവ്വൽസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? 20 അല്ലേ. അപ്പോൾ എന്താണ് ഈ വവ്വൽസ് എന്ന് നമുക്ക് നോക്കാം. Vowels are the sounds during the production of which air escape through the mouth freely and continuously without any audible friction. There are 20 vowel sounds in English. Among that, 12 are pure vowels and 8 are diphthongs. 12 pure vowels are 5 are long vowels and 7 are short vowels. എന്താണ് പറഞ്ഞത്? ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത് അല്ലേ. മാത്രമല്ല എന്താണ് വവ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വവ്വൽസ് ആർ ദ സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് എയർ എസ്കേപ്പ് ത്രൂ ദ മൗത്ത് ഫ്രീലി ആൻഡ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് എനി ഓഡിയബിൾ ഫ്രിക്ഷൻ. എന്താണ് വവ്വൽസ് പറയുമ്പോൾ നമ്മുടെ മൗത്ത് എവിടെയും ഒരു ഫ്രിക്ഷൻ ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കും. വവ്വൽസിൻ്റെ പ്രൊനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ നാക്ക് മൗത്തിൻ്റെ അറ്റത്ത് ടച്ച് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പ്രൊനൗൺസിയേഷനെയാണ് എന്ത് പറയുന്നത്? വവ്വൽസ് എന്ന് പറയുന്നത്. നമ്മളെ മൗത്തിൻ്റെ അറ്റത്ത് നാക്ക് തട്ടാതെ വരുന്ന ആ ഒരു അങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളെ പറയുന്ന പേരാണ് എന്ത്? വവ്വൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണ് വവ്വൽസ് എന്നുള്ളത്? അപ്പോൾ ആ വവ്വൽസ് 20 എണ്ണാണുള്ളത്. വവ്വൽ സൗണ്ട് 20 എണ്ണാണുള്ളത്. അതിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചു. 12 പ്യുവർ വവ്വലും 8 ഡിഫ്തോങ്സും. അതിൽ പ്യുവർ വവ്വലിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോങ് വവ്വൽ ആൻഡ് സെക്കൻഡ് ഷോർട്ട് വവ്വൽ. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് വവ്വൽസ് എന്നാൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടേ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? വവ്വൽ സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് AEIOU അല്ലേ. ഏതാണ്? AEIOU. 5 വവ്വൽസ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഇങ്ങനെ ഈ വവ്വൽസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ 20 വവ്വൽസ് വന്നേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 20 വവ്വൽസായേ. നമ്മൾ ഓൾറെഡി ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടും പഠിച്ചിട്ടുള്ളത് 5 വവ്വൽ സൗണ്ട്സ് ഉള്ളൂ. AEIOU എന്നതാണ് വവ്വൽ സൗണ്ട്സ് എന്നൊക്കെയാണ് അല്ലേ. നമ്മൾ ഇതുവരെ 20 വവ്വൽ സൗണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കോമൺ ആയിട്ട് വവ്വൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിക്ക് ഓടി വരുന്നൊരു കാര്യമാണ് AEIOU. ഇതങ്ങനെ നമുക്ക് മനസ്സിൽ മനപ്പാടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പറയുന്നു 20 വവ്വൽസ് ആണുള്ളത്. 26 ആൽഫബറ്റിൻ്റെ കേസിൽ ഈ AEIOU എന്ന് പറഞ്ഞ 5 വവ്വൽസ് തന്നെയാണുള്ളത്. പക്ഷേ 44 സ്പീച്ച് ഓഫ് സൗണ്ട്സിൻ്റെ കേസിൽ 20 വവ്വൽസും ഉണ്ട്. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ A വെച്ചിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു. A എന്ന ലെറ്ററിൻ്റെ ഉച്ചാരണം 3 വേർഡ്സിലും 3 തരത്തിലാണ് വന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ AEIOU എന്ന 5 വവ്വൽസിൻ്റെയും വേരിയൻസാണ് നമ്മൾ 20 വവ്വൽ സൗണ്ട്സ് ആയിട്ട് പറയുന്നത്. 5 വവ്വൽസ് ആയിട്ടുള്ള AEIOU എന്നതിൻ്റെ വേരിയൻസ് ആണ് നമ്മൾ 20 വവ്വൽ സൗണ്ട്സ് ആയിട്ട് പറയുന്നത്. ആൽഫബറ്റിൻ്റെ കേസിൽ 5 വവ്വൽസ് ആണുള്ളത്. ആ 5 വവ്വൽസ് സ്പീച്ച് ഓഫ് സൗണ്ട്സിൻ്റെ കേസിൽ വന്നപ്പോൾ
5 വവ്വൽ സൗണ്ട്സിൻ്റെയും ഓരോ വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 20 വവ്വൽ സൗണ്ട് ഉണ്ടെന്ന് പറയുന്നത്. ഓരോ ലെറ്ററിനും പല വേർഡ്സിൽ ചെല്ലുമ്പോൾ പല സൗണ്ട്സ് ആണ് ഉച്ചരിക്കുന്നത്. അങ്ങനെ എ ഇ ഐ ഒ യു എന്ന ഓരോ ലെറ്ററും പല വേർഡ്സിൽ പല സൗണ്ട്സ് ആണ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ 20 വവ്വൽസ് ഉണ്ട്. ക്ലിയർ ആയപ്പോൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ വവ്വൽ സൗണ്ട്സിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് വവ്വൽ സൗണ്ട്സ് എന്നും എങ്ങനെയാണ് 20 വവ്വൽ സൗണ്ട്സ് വന്നത് എന്നും നമ്മളിപ്പോൾ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് വരുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ അറിയോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. സ്ലാൻഡഡ് ലൈൻസിൻ്റെ അകത്താണ് നമ്മൾ സിമ്പിൾസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക. മാത്രമല്ല ആൽഫബറ്റ് ലെറ്റർ വെച്ച് സൗണ്ട്സിനെ നമ്മൾ കമ്പയർ ചെയ്യരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആൽഫബറ്റ് ലെറ്ററിനെ വെച്ച് സൗണ്ടിനെ കമ്പയർ ചെയ്യരുത്. ഇ എന്ന ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഇ തന്നെ നമ്മൾ എഴുതാം. പക്ഷേ സൗണ്ട് ആണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് എഴുതുക? അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ സിമ്പിൾസ് ആയിരിക്കും നമ്മളവിടെ എഴുതുന്നുണ്ടാവുക. സ്ലാൻഡിങ് ലൈൻസ് വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പാർട്ടിക്കുലർ സിമ്പിൾസ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രമല്ല നമ്മളെപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യം ആൽഫബറ്റിൻ്റെ സൗണ്ട്സ് വെച്ചിട്ടായിരിക്കും, നമ്മൾ ഉച്ചരിക്കുന്ന ആൽഫബറ്റ് ഏതാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ലാൻഡിങ് ലൈൻസിലൊക്കെ ചിലവർ എഴുതുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതല്ല എഴുതേണ്ടത്, അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിക്കുലർ സിമ്പിൾ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ് വവ്വൽസ്, ആ ഒരു സൗണ്ട്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് എടുത്ത് പറയാൻ കാരണം പ്യുവർ വവ്വൽസ് ഏതൊക്കെയാണെന്നും അത് എഴുതുന്ന രീതിയുമാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ സ്ലാൻഡിങ് ലൈൻസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ പാർട്ടിക്കുലർ റെപ്രസെൻറ്റ് സിമ്പിൾസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. പ്യുവർ വവ്വൽസ് 12 എണ്ണാണെന്ന് നമ്മൾ ഓൾറെഡി വവ്വൽസിൻ്റെ ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു 12 പ്യുവർ വവ്വൽസ് ഏതെല്ലാം എന്ന് നോക്കാം. അത് എഴുതിയത് നോക്കിയേ, 2 സ്ലാൻഡിങ് ലൈൻസിൻ്റെ ഉള്ളിലാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, സ്ലാൻഡിങ് ലൈൻസിൻ്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ആ. എക്സാമ്പിൾ നോക്കിയേ, ഫൺ, സമ്മർ, അതിൽ ഫ. അപ്പോൾ അവിടെ ആ വരുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ആ, ഫ, സമ്മർ, സ, ആ വരുന്ന ആ ഒരു പ്രൊനൗൺസിയേഷനിലെ ആ. ദെൻ സെക്കൻഡ് വൺ ഈസ് ആ, ആമി, കാർ, ആർമി, കാർ. അപ്പം അതിൽ വരുന്ന ആ. ദെൻ തേർഡ് വൺ ഈസ് ആപ്പിൾ, ആരോ, ആപ്പിൾ, ആരോ. ഇ, ഷീ, ഇറ്റ്, ഈറ്റ്, സ്ലീപ്പ്. എഴുതിയത് ശ്രദ്ധിക്കുക കേട്ടോ. ഈറ്റ്, സ്ലീപ്പ്. പുട്ട്, പു. അപ്പോൾ അവിടെ വരുന്നില്ലേ ആ സൗണ്ട്? പുട്ട്, പുൾ. അവിടേക്ക് എന്ന പ്രൊനൗൺസിയേഷനാണ് വരുന്നത് അല്ലേ? പുട്ട്. അപ്പോൾ അവിടെ എന്ന പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. ദെൻ മൂൺ, ഷൂട്ട്, ദെൻ ഹോട്ട്, പോട്ട്, ഹോ. അപ്പം എന്താണ്? walk, ഓഗസ്റ്റ്, walk. അപ്പം അവിടെ ഓഗസ്റ്റ്, അവിടേക്ക് എന്ന പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അതെഴുതിയത് നോക്കിയേ, ഇ എന്ന അക്ഷരമാണ് അല്ലേ? സ്ലാൻഡിങ് ലൈൻസിൻ്റെ ഉള്ളിൽ എഴുതിയത് ഇ എന്ന അക്ഷരമാണ്, പക്ഷെ അത് വായിക്കുന്നത് എ എന്നാണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ആരും ഇ എന്ന് വായിക്കാൻ നിൽക്കണ്ട. ഇ എന്ന് സ്ലാൻഡിങ് ലൈൻസിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ വായിക്കുന്നത് എ ആണ്. 10, egg, any. അവിടത്തേക്ക് പ്രൊനൗൺസിയേഷൻ നോക്കിയേ, എനി, എഗ്.
then father, mother. അവിടെ father, mother. അതിൽ ഈ ആറിനെയാണ് എന്ത് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫാദർ, മദർ. ഈ ആറില്ലേ ഫാദർ, മദർ എന്നുള്ള ആറാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഈ എന്ന സിമ്പിളും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫാദർ, മദർ, അതുപോലെ ബ്രദർ. അതിലൊക്കെ ലാസ്റ്റ് വരുന്ന ബ്രദർ, ലാസ്റ്റ് വരുന്ന ബ്രദർ, ഫാദർ, മദർ. ആ ഒരു വരുന്ന എന്ന പ്രൊനൗൺസിയേഷനാണ് നമ്മൾ എന്ന് സിമ്പിൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ്, ബേർഡ്, തേർഡ് ബേർഡ്. അവിടെയൊക്കെ ഇല്ലേ എന്നൊരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. ബ് കഴിഞ്ഞിട്ട് ബേർഡ്, ബ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു നീട്ടുന്നത് ബേർഡ്. ആ വരുന്ന ആ ഒരു സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ന സിമ്പിൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പ്യുവർ വവൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒത്തിരി നീട്ടി പറയുന്നതില്ലേ? ഇപ്പോൾ ഏതൊക്കെയാ? ഒന്ന് ആ, ഈ, ഊ, ഓ, ഇങ്ങനെ നീട്ടി പറയുന്ന ലോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന വവൽസ് ഇല്ലേ? അതിനെ നമ്മൾ ലോങ് വവൽസ് എന്ന് വിളിക്കുന്നത്. അതെല്ലാമാണ് ലോങ് വവൽസ്. കൃത്യമായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നതില്ലേ? ആ, ഓ, ഈ എന്ന് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് അതിനെ ഷോർട്ട് വവൽ എന്നും വിളിക്കും. ക്ലിയർ ആയോ? ഏതൊക്കെയാണ് പ്യുവർ വവൽസ് എന്നും അതിൽ എങ്ങനെയാണ് ലോങ് വവൽസും ഷോർട്ട് വവൽസും എന്നും ആ പ്യുവർ വവൽസിൽ നീട്ടിക്കൊണ്ട് വായിക്കുന്ന ലോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ ലോങ് വവൽസ് എന്നും, അതുപോലെ കറക്റ്റായിട്ട് വായിക്കുന്ന നീട്ടൊന്നും ചെയ്യാതെ അതുപോലെ വായിക്കുന്നതിനെ ഷോർട്ട് വവൽസ് എന്നും പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനത് എഴുതി കാണിക്കാം. ആ ഒരു പ്യുവർ വവൽസിൽ നിന്നും ഷോർട്ട് വവൽ ഏതാണെന്നും ലോങ് വവൽ ഏതാണെന്നും പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് നോക്കാം. ഷോർട്ട് വവൽസ് ആൻഡ് ലോങ് വവൽസ്. ഓക്കെ, നോക്കിയേ. ഷോർട്ട് വവൽസ് 7 എണ്ണമാണ്, ലോങ് വവൽസ് 5 എണ്ണമാണ്. അത് ഏതെല്ലാം എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസ് തന്നെയാണ്. അപ്പോൾ എന്നാലും ജസ്റ്റ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. ദെൻ അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്യുവർ വവൽസിൻ്റെ ഭാഗമായിരുന്നു. വവൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് പ്യുവർ വവൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിഫ്തോങ്. ഇതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്യുവർ വവൽസും അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസും ആയിരുന്നു. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഡിഫ്തോങ്സ്. വാട്ട് ഈസ് ഡിഫ്തോങ്സ്? Sound during the production of which tongue start in the position of the particular vowels and moves in the direction of another vowels. എന്താണ് പറയുന്നത്? 2 വവൽസിൻ്റെ കോമ്പിനേഷനെയാണ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. എന്താണ്? 2 വവൽസിൻ്റെ കോമ്പിനേഷനെയാണ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇവ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, ഈ ഡിഫ്തോങ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടങ്ക് ഒരു വവലിൻ്റെ പൊസിഷനിൽ നിന്നും തൊട്ടടുത്ത മറ്റൊരു വവലിൻ്റെ പൊസിഷനിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? ഈ ഡിഫ്തോങ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു വവലിൻ്റെ പൊസിഷനിൽ നിന്നും മറ്റൊരു വവലിൻ്റെ പൊസിഷനിലോട്ട് മൂവ് ചെയ്യും. അതിനാലാണ് ഇവരെ കോമ്പിനേഷൻ വവൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിഫ്തോങ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പിനേഷൻ വവൽ ആൻഡ് ഗ്ലൈഡ്സ് വവൽ എന്നൊക്കെ. അപ്പോൾ ഡിഫ്തോങ്സിനെ വിളിക്കുന്ന മറ്റ് 2 പേരാണ് കോമ്പിനേഷൻ വവൽ ആൻഡ് ഗ്ലൈഡ്സ് വവൽ. എന്താണ് ഡിഫ്തോങ് എന്ന് പറഞ്ഞത്? സൗണ്ട് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ടങ് സ്റ്റാർട്ടഡ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ പെർട്ടിക്കുലർ വവൽ ആൻഡ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് അനദർ വവൽ. അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു വവലിൻ്റെ പൊസിഷനിൽ നിന്നും മറ്റൊരു വവലിൻ്റെ പൊസിഷനിലോട്ട് എന്താണ് മൂവ് ചെയ്യും. ആ ഒരു പ്രതിഭാസത്തിനെയാണ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് 8 ഡിഫ്തോങ്സ് ആണുള്ളത്. എത്ര ഡിഫ്തോങ്സ് ആണുള്ളത്? 8 ഡിഫ്തോങ്സ് ആണുള്ളത്. അത് ഏതെല്ലാം എന്ന് നോക്കാം. ഇത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഒരു പാട്ട് പോലെ പറയാം. ഡിഫ്തോങ്സ് കേൾക്കാൻ നല്ലൊരു രസമുള്ള പ്രൊനൗൺസിയേഷനാണ്. എ ഓയ് ഐ ഇയ എയ ഉവ ഔ എയോ. എന്താണ്? എയ് ഔ എ ഓയ് ഐ ഇയ എയ ഉവ ഔ എയോ.
അപ്പോൾ നോക്കിയേ, ആ എഴുത്ത് നോക്കിയേ, എ ഒയ് ഐ ഇയ എയ ഉവ ഔ എവ്. ഇതാണ് 8 ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഗെയിം. എന്താണ്? ഗെയിം. ഗെയിം. എയിം. സേവ്. ദ സെക്കൻഡ് ഒയ്, കോയിൻ. കോയിൻ. ഒയ് ഒയ് കോയിൻ. ബോയ്. ഒയ്. ആ ഒരു പ്രൊനൗൺസിയേഷൻ നോക്കിയേ, കോയിൻ, ബോയ്, ഓയ്. അവിടെ വരുന്നുണ്ട് ഓയ് എന്ന പ്രൊനൗൺസിയേഷൻ അല്ലേ. ഐ, ടൈം, സ്കൈ, മൈ, മൈൻ, ഐ. അവിടെയൊക്കെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇയ, ടിയർ, ഇയർ. എയ, ഹെയർ, ചെയർ. ഉവ, ഷുവർ, പ്യുവർ. ഔ, കൗ, ഹൗസ്. എവ്, ഗോ, ഹോം. ക്ലിയർ ആയോ? അപ്പോൾ 8 ഡിഫ്തോങ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് കേൾക്കാൻ തന്നെ രസമുണ്ട് അല്ലേ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ 8 ഡിഫ്തോങ്സിൻ്റെയും എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. എ ഒയ് ഐ ഇയ എയ ഉവ ഔ എ. ഇതാണ് 8 ഡിഫ്തോങ്സ്. അതിൻ്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ ആദ്യത്തെ ഡിഫ്തോങ്സ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. എ എന്ന ആദ്യത്തെ ഡിഫ്തോങ്സ് നോക്കിയേ, അതിൽ എ എന്ന വവ്വൽ സൗണ്ട് ഉണ്ട് അല്ലേ. എ എന്ന് കേൾക്കുമ്പോൾ എ എന്ന വവ്വൽ സൗണ്ട്സ് ഉണ്ട്, ഇ എന്ന വവ്വൽ സൗണ്ട്സ് ഉണ്ട്. അങ്ങനെ ഈ 2 വവ്വൽ സൗണ്ടും വന്നിട്ടുണ്ട് അല്ലേ. എ എന്ന ഫസ്റ്റത്തെ ഡിഫ്തോങ്സ് എടുക്കുക, അതിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എ, അപ്പോൾ എ എന്ന വവ്വൽ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്, ഇ എന്ന വവ്വൽ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഈ 2 വവ്വൽസിനെയും ഒരുമിച്ച് പറയുന്നതാണ് എ എന്ന് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നേരത്തെ ഒരു വവ്വൽ സൗണ്ടിൽ നിന്നും മറ്റൊരു വവ്വൽ സൗണ്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത് എന്ന് അല്ലേ. അപ്പോൾ ആദ്യം എ എന്ന വവ്വൽ സൗണ്ടിൽ നിന്നും പിന്നീട് ഇ എന്ന വവ്വൽ സൗണ്ടിലോട്ട് മാറുന്ന ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഡിഫ്തോങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണെന്ന്? ആ മുകളിൽ പറഞ്ഞ എ എന്നെടുക്കുക, അതിൽ എ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, എ എന്ന പ്രൊനൗൺസിയേഷൻ കേൾക്കുന്നുണ്ട്, ഇ എന്ന പ്രൊനൗൺസിയേഷനും കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിനും കൂടി നമ്മൾ എന്ത് പറയുന്നു? എ എന്ന് പറയുന്നു. ഈ രണ്ടും കൂടി വന്ന കോമ്പിനേഷൻ വവ്വലിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ എന്താണ് ഡിഫ്തോങ് എന്നുള്ളത്? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ വവ്വൽസിൻ്റെ ഭാഗം ക്ലിയർ ആക്കി. ഇതോട് കൂടിയിട്ട് ക്ലിയർ ആയി എന്താണ് വവ്വൽ എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനായ പ്യുവർ വവ്വലിനെ കുറിച്ചും ഡിഫ്തോങ്സിനെ കുറിച്ചും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനായ കോൺസണൻസ് ആണ്. ഏതാണ്? കോൺസണൻസ് ആണ്. ദെൻ നമുക്ക് എന്താണ് കോൺസണൻസ് നോക്കാം. വാട്ട് ഈസ് കോൺസണൻസ്? Sounds during the production of which there is an obstruction in the mouth giving rise to an audible friction. കോൺസണൻസ് പറയുന്ന സമയത്ത് മൗത്തിൽ നിന്നും ഓഡിയബിൾ ഫ്രിക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മൗത്തിൽ നിന്നും ഓഡിയബിൾ ഫ്രിക്ഷൻസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. 24 കോൺസണൻറ്റ് സൗണ്ട്സ് ആണുള്ളത്. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു വവ്വൽസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന്. പക്ഷേ കോൺസണൻസ് എന്താണ്? മൗത്തിൽ ഓഡിയബിൾ ഫ്രിക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 24 കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പ്. ഏതാണ്? പ്. ഇപ്പം നോക്കിയേ, നമ്മൾ 2 ലിപ്പും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ, പ്. പക്ഷെ നമ്മൾ വവ്വൽ സൗണ്ട്സ് എന്ന് പറഞ്ഞു നോക്കിയേ, എ ഇ ഐ ഒ യു എവിടെയും ടച്ച് ചെയ്യുന്നില്ല അല്ലേ, എവിടെയും ടച്ച് ചെയ്യുന്നില്ല. എ ഇ ഐ ഒ യു ഭയങ്കര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സ് നോക്കിയേ, പ്, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഓഡിയബിൾ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് കോൺസണൻസ് എന്നും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വവ്വൽ സൗണ്ട്സ് എന്നും എന്ന്. ഓക്കെ, ദെൻ നമുക്ക് കോൺസണൻസിലോട്ട് വരാം. ദെൻ ഫസ്റ്റ് വൺ ഏതാണ്? പ്. എക്സാമ്പിൾ നോക്കിയേ, പെൻ, കീപ്, മാപ്പ്. അതിലൊക്കെ പ് വരുന്നുണ്ട്. പെൻ, കീപ്, മാപ്പ്. അതിലൊക്കെ ആ ലാസ്റ്റ് വരുന്ന പ്, പ് എന്ന സൗണ്ട്സ് വരുന്നുണ്ട്. ബ്, ബുക്ക്, ബിറ്റ്, ബ്, ബുക്ക്, ബിറ്റ്. ട്, ട്രാക്ക്, ബിറ്റ്, പെൻ. എന്നൊരു സൗണ്ട്, ട്രാക്ക്, ബിറ്റ്. ഡ്, സാഡ്, ഡാൻസ്. അതൊക്കെ എഴുതിയതും കൂടി നോക്കുക കേട്ടോ. സാഡ്, ഡാൻസ്, ഡ്. ക്, കിങ്,
കേക്ക്, കിങ്, കേക്ക്, കിങ്, കേക്ക്. അവിടെ നോക്കിയേ, ക്ക് പറഞ്ഞ സൗണ്ട്, കിങ്, കേക്ക്. ഗ, ബിഗ്, ഗേൾ, ബിഗ്, ഗേൾ. അതിൽ ഗ എന്ന സൗണ്ട് വരുന്നുണ്ട്. ച്, ലഞ്ച്, ചൈൽഡ്. ആ ച് എന്നതിൻ്റെ സിമ്പിൾസ് നോക്കിയേ, ടിയും എസ് പോലുള്ളൊരു ലെറ്ററും അല്ലേ, അത് രണ്ടും കൂടിയും എഴുതിയപ്പോഴാണ് ച് എന്ന സൗണ്ട് വരുന്നത്. ലഞ്ച്, ചൈൽഡ്. ജ് എന്നത് ഡിയും ത്രീയും അല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അത് ത്രീ ഒന്നല്ല. സിമ്പിൾ നോക്കിയേ, അത് എഴുതിയിരിക്കുന്നത് ആ ഒരു ഡിയും ത്രീയും, അതിനെ വായിക്കുന്നത് ജ് എന്നാണ്. ജഡ്ജ്, ജംഗിൾ, ജഡ്ജ്, ജംഗിൾ. ഫാൻ, ഫാറ്റ്, ഫ്, ഫാൻ, ഫാറ്റ്. അവിടെ ഫ് എന്നൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. വാൻ, വ്, വ്, വ് എന്നതിൻ്റെ വാൻ, വോട്ട്. നെക്സ്റ്റ് വൺ, വാട്ടർ, വെയിറ്റ്. മ്, മിൽക്ക്, മാസ്റ്റർ. ന്, നൂൺ, നെസ്റ്റ്. ങ്, കിങ്, റിംഗ്. ത്, തിങ്ക്, മൗത്ത്. ദ്, ദാൻ, ദേ. ത് എന്നുള്ളതും ദ് എന്നുള്ളതും എഴുതിയിരിക്കുന്നത് ഏകദേശം എവിടേക്കോ ഒരുപോലെ തോന്നും അല്ലേ. ദെൻ നെക്സ്റ്റ് സ്. സ് എന്നതിന് നോക്കിയേ, സ് എന്നതിൻ്റെ സൺ, സു. സ്, സൂ, സീബ്ര. ല്, ലയൺ, പെൻസിൽ. ഹ്, ഹോം, ഹെഡ്. റ്, റാറ്റ്, റിയൽ. യ്, യൂത്ത്, യങ്. ഷ, പ്ലഷർ, പ്ലഷർ. ഷ, പ്ലഷർ. മെഷർ. ദെൻ നെക്സ്റ്റ് വൺ ഷ്, ഷിപ്പ്, ഫിഷ്, ഷർട്ട്. അപ്പോൾ ആ ഒരു 24 കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്, ബ്, ട്, ഡ്, ക്, ഗ, ച്, ജ്, ഫ്, വ്, വോ, മ്, ന്, ങ്, ത്, ദ്, സ്, സ്, ല്, ഹ്, റ്, യ്, ഷ്, ഷ. ആ ഒരു 24 കോൺസണൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. എളുപ്പമാണ്. കോൺസണൻറ്റ് സൗണ്ട്സ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടോ ടെൻഷൻ ആവേണ്ടതൊന്നുമില്ല, വവൽസിനെ പോലെയല്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ 24 കോൺസണൻറ്റ് സൗണ്ട്സും നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ എന്താണ് എവിടെയെങ്കിലുമായിട്ടൊരു വായിൽ എവിടെയെങ്കിലുമായിട്ടൊരു ഓഡിയൽ ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലേ, മൗത്തിൽ എവിടെയെങ്കിലുമായിട്ടൊരു ഓഡിയബിൾ ഫ്രിക്ഷൻ വരുന്നതാണ് ആ ഓരോ ലെറ്റേഴ്സും. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസണൻറ്റ് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. നമ്മൾ ഇത്രയും പഠിച്ച ആ വവൽ സൗണ്ട്സ് ആയിക്കോട്ടെ, കോൺസണൻറ്റ് സൗണ്ട്സ് ആയിക്കോട്ടെ, അതിനൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ഓഫ് സൗണ്ട്സ് എന്ന് നമുക്കൊന്ന് വിട പറയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നോക്കിയേ. ഓരോ പഠിച്ച സൗണ്ട്സും വേർഡ്സിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് സെൻറ്റൻസ് കിറ്റ് എന്ന് എടുക്കാം. കിറ്റ്. ഏതാണ് കിറ്റ്? കിറ്റ് എന്നുള്ളതിന് ഫസ്റ്റ് വരുന്ന സൗണ്ട് ഏതാണ്? കിറ്റ്. ഏതാണ്? ക്ക്. ഏതാണ്? ക്ക്. ദെൻ നെക്സ്റ്റ് വരുന്നത് കിറ്റ്. ഏതാണ്? ഇ. ഏതാണ്? ഫസ്റ്റ് ക്ക്, രണ്ടാമത് ഇ, മൂന്നാമത് ട്. ക്ക്, ഇ, ട്. ക്ക്, ഇ, ട്. അതാണ് സൗണ്ട്സ് വരുന്നത് അല്ലേ. അപ്പം എങ്ങനെ എഴുതുക നോക്കിയേ. അത് സ്ലാൻഡിങ് ലൈൻസിൽ ഓരോന്നും സെപ്പറേറ്റ് എഴുതല്ല ചെയ്യുക, ഒരുമിച്ച് കിറ്റ് എഴുതിയിട്ട് അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് എഴുതുക ചെയ്യുക. അപ്പം എങ്ങനെയാണ് കിറ്റ് എന്നുള്ളത് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ ലെറ്റേഴ്സിൽ ആൽഫബറ്റ് ലെറ്റേഴ്സിൽ കിറ്റ് എന്ന് എഴുതി അതിൻ്റെ സൗണ്ട്സ് രൂപത്തിലോട്ട് നമ്മൾ മാറ്റി എഴുതിയിട്ട് പിന്നീട് സ്ലാൻഡിങ് ലൈൻസ് കൊടുത്ത് ആ സൗണ്ട്സ് രൂപത്തിൽ കിറ്റ് എന്ന് തന്നെ സെപ്പറേറ്റ് വേർഡ് എടുത്തെഴുതി. ക്ലിയർ ആയോ? മറ്റേത് ഓരോ സൗണ്ട്സിനെയും ഇപ്പോൾ കെ എന്നതിൻ്റെ സൗണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് സ്ലാൻഡിങ് ലൈൻസിൽ എഴുതി, ദെൻ ഇ എന്നതിനെ സെപ്പറേറ്റ് എഴുതി, ടി എന്നതിനെ സെപ്പറേറ്റ് എഴുതി, പിന്നീട് എല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് കിറ്റ് എന്ന് തന്നെ സൗണ്ട് ആ ഒരു സ്പീച്ച് ഓഫ് സൗണ്ട്സിൻ്റെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതി കിറ്റ് എന്നത്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഫാദർ. ഏതാണ്? ഫാദർ. ഏതാണ്? ഫാദർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന്
എഴുതി നോക്കാം. ഫാദർ, എഫ് എന്നതിൻ്റെ ഫസ്റ്റ് ഫ്, അതേത് സൗണ്ടാണ്? കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് അല്ലേ. ഫ് എന്നത് ഏതാണ്? കോൺസണൻറ്റ് സൗണ്ടാണ്. ഫാ, ആ എന്നത് പ്യുവർ വവൽ സൗണ്ടാണ്. ഏതാണ്? ആ എന്നത് ഫാ, ആ ഒരു ആ എന്ന ഇത് പ്യുവർ വവൽ സൗണ്ടാണ്. പിന്നെ ദ് കോൺസണൻറ്റ് സൗണ്ടാണ്. ദ് ഏതാണ്? കോൺസണൻറ്റ് സൗണ്ടാണ്. ഫാദർ, ഫാദർ എന്നതിൻ്റെ ഇ ആർ എന്നതിൻ്റെ സൗണ്ട് എന്നതാണ്. സൈലൻറ്റ് വവൽ സൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? കോൺസണൻറ്റ് സൗണ്ട്സും പ്യുവർ വവലും സൈലൻറ്റ് വവലും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എഴുതിയത് എങ്ങനെയാണ് നോക്ക്. കണ്ടോ എഴുതിയത് എങ്ങനെയാണെന്ന്? ക്ലിയർ ആയോ? ഫാദർ എന്നതിൻ്റെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സ്പീച്ച് ഓഫ് സൗണ്ട്സും അത് വെച്ചിട്ടുള്ള നമ്മൾ എഴുതുന്ന രീതിയും എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദെൻ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്ന് ജസ്റ്റ് പറയാം. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് എന്താണ് ഫോണറ്റിക്സ് എന്നായിരുന്നു. ദെൻ പിന്നീട് സ്പീച്ച് ഓഫ് സൗണ്ട്സ് 44 സ്പീച്ച് ഓഫ് സൗണ്ട്സിനെ പറഞ്ഞു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഓരോന്നും പറഞ്ഞു. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വവ്വലാണ്, ഒന്ന് കോൺസണൻസ് ആണ്. വവ്വൽ സൗണ്ട്സ് 20യും കോൺസണൻറ്റ് സൗണ്ട്സ് 24 ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. വവൽ സൗണ്ട്സിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്യുവർ വവലും ഡിഫ്തോങ്സും. ആ പ്യുവർ വവൽസിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് ലോങ് വവൽ ആൻഡ് ഷോർട്ട് വവൽ എന്നും. കോൺസണൻസ് 24 കോൺസണൻസും ആണ് ഉള്ളത്. ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം, നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദെൻ നാളെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.